കേരള PSCയുടെ JPH എക്സാം ഈ കഴിഞ്ഞ 26-ാം തീയതി ശനിയാഴ്ച നടന്ന എക്സാമിന്റെ പ്രൊവിഷണൽ ആൻസർ കീ റിലീസ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ഇതെങ്ങനെ ഒബ്ജക്ഷൻ റൈസ് ചെയ്യാം, അല്ലെങ്കിൽ കംപ്ലൈന്റ് എങ്ങനെ നമ്മുടെ PSCയുടെ വെബ്സൈറ്റ് വഴി നമുക്ക് എങ്ങനെ റൈസ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓപ്ഷൻസ് ഉണ്ടാവില്ല, അപ്പൊ അത് സ്പെസിഫൈ ചെയ്യാം. അതായത് കറക്റ്റ് ആൻസർ വാസ് നോട്ട് മെൻഷൻഡ് ഇൻ ദ MCQ. അപ്പൊ ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്, എക്സാം കഴിഞ്ഞ് 5 ദിവസം കേട്ടോ, എക്സാം കഴിഞ്ഞ് 5 ദിവസം വരെ ആയിരിക്കും നമുക്ക് ഒബ്ജക്ഷൻസ് അല്ലെങ്കിൽ കംപ്ലൈന്റ്സ് ഫയൽ ചെയ്യാനുള്ള ഡേയ്സ്. വെൽക്കം ടു എജൂസ് അക്കാഡമി. എജൂസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ആക്ച്വലി നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും അല്ലെ, നമ്മുടെ കേരള PSCയുടെ JPH എക്സാം ഈ കഴിഞ്ഞ 26-ാം തീയതി ശനിയാഴ്ച നടന്ന എക്സാമിന്റെ പ്രൊവിഷണൽ ആൻസർ കീ റിലീസ് ചെയ്തിരിക്കുകയാണ്. കേരള PSC പ്രൊവിഷണൽ ആൻസർ കീ ഇന്ന് റിലീസ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ആക്ച്വലി നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസിൽ നിന്ന് അതിന്റെ ആൻസേഴ്സ് കുറച്ച് വ്യത്യാസമുണ്ട്. ആക്ച്വലി പ്രൊവിഷണൽ ആൻസർ കീ വന്നപ്പോൾ കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പൊ ആക്ച്വലി നമ്മൾ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്, ഒന്ന് നമ്മൾ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു അവിടെ ഡിസ്കസ് ചെയ്തതിൽ നിന്ന് ഇവിടെ വ്യത്യാസമായിട്ട് പ്രൊവിഷണൽ ആൻസർ കീയിൽ വന്നിരിക്കുന്നത്, കൂടാതെ നമുക്ക് അത് എങ്ങനെ അതിനെ ആക്ച്വലി നമുക്ക് ഇതെങ്ങനെ ഒബ്ജക്ഷൻ റൈസ് ചെയ്യാം, അല്ലെങ്കിൽ കംപ്ലൈന്റ് എങ്ങനെ നമ്മുടെ PSCയുടെ വെബ്സൈറ്റ് വഴി നമുക്ക് എങ്ങനെ റൈസ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ആദ്യം മുതൽ അവസാനം വരെ മുഴുവനായിട്ട് കാണുക കേട്ടോ. അപ്പോൾ ആക്ച്വലി കേരള PSCക്ക് ഒരു പ്രൊസീജിയർ തന്നെയുണ്ട്. അതായത് ഇപ്പൊ ഈ വരുന്ന പ്രൊവിഷണൽ ആൻസർ കീയിൽ ഒബ്ജക്ഷൻസ് വരുന്നു എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ആൻസേഴ്സ് നമുക്ക് വിത്ത് റെഫറൻസ് കേട്ടോ, വിത്ത് പ്രോപ്പർ ബുക്ക് റെഫറൻസ് അല്ലെങ്കിൽ പ്രോപ്പർ വെബ്സൈറ്റ് റെഫറൻസ്, വെബ്സൈറ്റ് എന്ന് പറയുമ്പോൾ ഒതന്റിക്കേറ്റ് ആയിട്ടുള്ള വെബ്സൈറ്റ് റെഫറൻസ് വെച്ചിട്ട് നമുക്ക് ഒബ്ജക്ഷൻസ് റൈസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ അത് കേരള PSC കൺസിഡർ ചെയ്യുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ തെറ്റിപ്പോയിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ഈ പ്രൊവിഷണൽ ആൻസർ കീയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിൽ വ്യത്യാസമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഒബ്ജക്ഷൻസ് റൈസ് ചെയ്യേണ്ടതാണ്. അപ്പൊ അതിനനുസരിച്ചുള്ള നടപടികൾ PSCയുടെ ഭാഗത്തുനിന്ന് സ്വീകരിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ആക്ച്വലി നമ്മൾ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്, നമുക്ക് എങ്ങനെ നമ്മുടെ ആൻസർ കീയുടെ കംപ്ലൈന്റ്സ് രജിസ്റ്റർ ചെയ്യാം എന്നുള്ളതാണ്. അതിനുവേണ്ടി ചെയ്യേണ്ടത്, നമ്മുടെ PSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് അല്ലെ, കേരള PSC തുളസി എന്ന ആ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. അതിനകത്ത് ആക്ച്വലി നമുക്ക് ഇങ്ങനെ റിക്വസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ടാവും അല്ലെ, റിക്വസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പൊ ഈ റിക്വസ്റ്റ് എന്ന് പറയുന്ന ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആക്ച്വലി ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ചെയ്ത് വരും. അതായത് ഈ റിക്വസ്റ്റിന്റെ അണ്ടറിൽ തന്നെ റൈസ് എ ന്യൂ റിക്വസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഓപ്പൺ ചെയ്ത് വരുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പൊ ഇതിനകത്ത് ആക്ച്വലി ആൻസർ കീ കംപ്ലൈന്റ്സ് എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പം OMR/online എന്ന് പറയുന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് പ്രൊസീഡ് ചെയ്യുക കേട്ടോ, പ്രൊസീഡ് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഈ ഒരു വിൻഡോ ആയിരിക്കും ഓപ്പൺ ആയി വരിക. അതായത് കംപ്ലൈന്റ്സ് റിഗാർഡിംഗ് പ്രൊവിഷണൽ ആൻസർ കീ. അതിനകത്ത് ആക്ച്വലി ഈ ഫയൽ എ കംപ്ലൈന്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക കേട്ടോ, ഫയൽ എ കംപ്ലൈന്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ആക്ച്വലി നമുക്ക് നെക്സ്റ്റ് ഓപ്പൺ ചെയ്യുന്ന വിൻഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഡ് കംപ്ലൈന്റ്സ് റിഗാർഡിംഗ് പ്രൊവിഷണൽ ആൻസർ കീ. ഈ PSC പബ്ലിഷ് ചെയ്ത പ്രൊവിഷണൽ ആൻസർ കീയിലെ കംപ്ലൈന്റ്സ് രജിസ്റ്റർ ചെയ്യേണ്ട ഈ വിൻഡോ ആണ് ഓപ്പൺ ചെയ്ത് വരിക. അപ്പൊ ഇതിനകത്ത് നമുക്ക് ഈ ഡേറ്റ് ഓഫ് എക്സാം, അതായത് ഡ്രോപ്പ് ഡൗൺ ആരോ ക്ലിക്ക് ചെയ്തിട്ട് ഡേറ്റ് ഓഫ് എക്സാം നമുക്ക് സെലക്ട് ചെയ്യാം. അതിനുശേഷം സേവ് ചെയ്യുക കേട്ടോ, സേവ് ചെയ്യുക. നെക്സ്റ്റ് ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഡ് കംപ്ലൈന്റ്സ് റിഗാർഡിംഗ് പ്രൊവിഷണൽ ആൻസർ കീ. ആക്ച്വലി നമ്മുടെ പ്രൊവിഷണൽ ആൻസർ കീയുടെ കംപ്ലൈന്റ്സ് ഇവിടെയാണ് നമുക്ക് രജിസ്റ്റർ ചെയ്യാനായിട്ട് കഴിയുക. അപ്പൊ ഇവിടെ അഗൈൻ നമ്മുടെ ഡേറ്റ് ഓഫ് എക്സാം ഇവിടെ വരും, നമ്മുടെ പോസ്റ്റ് ഇവിടെ നിന്ന് നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം. കൂടാതെ നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു കാര്യം ശ്രദ്ധിക്കാനായിട്ടുള്ളത്, ഈ കംപ്ലൈന്റ്സ് രജിസ്റ്റർ ചെയ്യുമ്പോൾ, അതായത് പ്രൊവിഷണൽ ആൻസർ കീയുടെ കംപ്ലൈന്റ്സ് രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മൾ ആക്ച്വലി PSCക്ക് ABCD അല്ലെ, അങ്ങനെ 4 കോഡിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ കോഡ് A കേട്ടോ, കോഡ് Aയുടെ ക്വസ്റ്റ്യന്റെ ഓർഡറിൽ അല്ലെങ്കിൽ അതിന്റെ സീക്വൻസ് അനുസരിച്ചായിരിക്കണം നമ്മുടെ കംപ്ലൈന്റ്സ് രജിസ്റ്റർ ചെയ്യേണ്ടത്. മനസ്സിലായല്ലോ? അതായത് ആൽഫ കോഡ് എയുടെ, ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആൽഫ കോഡ് CO, ആൽഫ കോഡ് DO ഒക്കെ ആയിരിക്കും. അതിൽ ആക്ച്വലി ക്വസ്റ്റ്യൻ നമ്പേഴ്സ് വ്യത്യാസമായിരിക്കും അല്ലെ, അതായത് ഓരോ ആൽഫ കോഡിലും ക്വസ്റ്റ്യൻ നമ്പേഴ്സ് വ്യത്യാസമായിരിക്കും. അപ്പൊ നമ്മൾ ഈ കംപ്ലൈന്റ്സ് രജിസ്റ്റർ ചെയ്യുമ്പോൾ ആക്ച്വലി ഈ ആൽഫ കോഡ് എയുടെ ക്വസ്റ്റ്യൻ നമ്പർ അനുസരിച്ചായിരിക്കണം. അതായത് ഇപ്പം ആൽഫ കോഡ് എയിൽ ഇപ്പൊ നമ്മളൊരു ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആൽഫ കോഡ് എയിൽ ഏത് നമ്പർ ആണോ ആ ക്വസ്റ്റ്യൻ, ആ രീതിയിലായിരിക്കണം നമ്മൾ, അതായത് ആ ക്വസ്റ്റ്യൻ നമ്പർ അനുസരിച്ചായിരിക്കണം നമ്മൾ നമ്മുടെ ഒബ്ജക്ഷൻസ് അല്ലെങ്കിൽ കംപ്ലൈന്റ്സ് രജിസ്റ്റർ ചെയ്യാനായിട്ട്. മനസ്സിലായല്ലോ? അപ്പൊ ക്വസ്റ്റ്യൻ മീഡിയം ഇവിടെ ഇംഗ്ലീഷ് സെലക്ട് ചെയ്യുക, ക്വസ്റ്റ്യൻ നമ്പർ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ, ക്വസ്റ്റ്യൻ നമ്പർ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതായത് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ആൽഫ കോഡ് A അനുസരിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ നമ്പർ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. പ്രൊവിഷണൽ ആൻസർ കീയിൽ ചിലർക്ക് ആൻസർ മിസ്റ്റേക്ക് ആയിട്ടായിരിക്കും തരിക. അപ്പം മിസ്റ്റേക്കൺ ആൻസർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കംപ്ലൈന്റ് കൊടുക്കുക. അതിന്റെ എക്സ്പ്ലനേഷൻസ്, അതായത് റെഫറൻസ് ഏതാണ്, അതായത് ആൻസർ ഇതാണ്, കറക്റ്റ് ആൻസർ ഇതാണ്, അതിന്റെ റെഫറൻസ് എന്താണ്, ബുക്ക് ആണെങ്കിൽ ബുക്ക്,
ബുക്കിന്റെ റെഫറൻസ് ഡീറ്റെയിൽസ് കൊടുക്കുക. അതായത് ഓതറിന്റെ പേര്, ബുക്കിന്റെ പേര്, ചാപ്റ്ററിന്റെ പേര്, പേജ് നമ്പർ അങ്ങനെ കൊടുക്കുക. അപ്പം നമ്മൾ ആക്ച്വലി റേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ക്വസ്റ്റ്യൻസിന്റെ ഈ സീക്വൻസ് പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. അപ്പം ഇൻ കേസ് ചിലപ്പം റോങ് ആൻസർ ആയിരിക്കും, റോങ് ആൻസറിന്റെ ആൻസർ കീ ആയിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ നമ്മുടെ ഓപ്ഷൻസിൽ ഉണ്ടാവില്ല, അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ നമ്മുടെ ഓപ്ഷൻസ് ഉണ്ടാവില്ല. അപ്പൊ അത് സ്പെസിഫൈ ചെയ്യാം. അതായത് കറക്റ്റ് ആൻസർ വാസ് നോട്ട് മെൻഷൻഡ് ഇൻ ദ MCQ അങ്ങനെ പറഞ്ഞിട്ട് നമുക്ക് റീസൺ നമുക്ക് ഇവിടെ ആക്ച്വലി കംപ്ലൈന്റ് നമുക്ക് എഴുതാം കേട്ടോ. അതിനുശേഷം നമുക്ക് ഈ കംപ്ലൈന്റ് സബ്മിറ്റ് ചെയ്യാം കേട്ടോ. അപ്പം ഇങ്ങനെ ആയിരിക്കും നമുക്ക് അതിന്റെ മെസ്സേജ് കിട്ടുക. കംപ്ലൈന്റ് ഹാസ് ബീൻ ഫയൽഡ് സക്സസ്ഫുള്ളി ഫോർ ക്വസ്റ്റ്യൻ നമ്പർ ഏതാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടാവും കേട്ടോ. അപ്പം അത് ഓക്കെ കൊടുക്കുക. അങ്ങനെ ഓരോ ക്വസ്റ്റ്യൻസിനും നമ്മൾ ആക്ച്വലി നമ്മുടെ ഒബ്ജക്ഷൻസ് റേസ് ചെയ്യാം. അപ്പൊ ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്, എക്സാം കഴിഞ്ഞ് 5 ദിവസം കേട്ടോ, എക്സാം കഴിഞ്ഞ് 5 ദിവസം വരെ ആയിരിക്കും നമുക്ക് ഈ ഒബ്ജക്ഷൻസ് അല്ലെങ്കിൽ കംപ്ലൈൻറ്റ്സ് ഫയൽ ചെയ്യാനുള്ള ഡേയ്സ് എന്ന് പറയുക. അതായത് PSCയുടെ വെബ്സൈറ്റിൽ നമുക്ക് 5 ദിവസം വരെ മാത്രമേ നമുക്ക് ഒബ്ജക്ഷൻസ് അല്ലെങ്കിൽ കംപ്ലൈൻറ്റ്സ് രജിസ്റ്റർ ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പൊ ഞാൻ പറയുന്നത് നിങ്ങൾ 5 ദിവസം വരെ വെയിറ്റ് ചെയ്യേണ്ട, ഇന്ന് തന്നെ നിങ്ങളുടെ കംപ്ലൈൻറ്റ്സ് എന്താണോ ഉള്ളത് അത് ഇന്ന് തന്നെ നിങ്ങൾ PSCയുടെ വെബ്സൈറ്റ് വഴി രജിസ്റ്റർ ചെയ്യുക കേട്ടോ. 5 ദിവസം എന്ന് പറയുമ്പോഴത്തേക്ക് മെയ് 1-ാം തീയതി വരെയാണ്. അത് ഇന്ന് വെയിറ്റ് ചെയ്യേണ്ട, ഇന്ന് തന്നെ ചെയ്തോളൂ കേട്ടോ. അപ്പൊ അതില് നമുക്ക് ഒബ്ജക്ഷൻസ് വരുന്ന അല്ലെങ്കിൽ കറക്ഷൻസ് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ കളർ കോഡ് ഓഫ് പ്ലാസ്റ്റിക് ബാഗ് ഫോർ ഡിസ്പോസിംഗ് മൈക്രോബിയൽ ലാബ് കൾച്ചർ വേസ്റ്റ് അല്ലേ, അതായത് മൈക്രോബിയൽ ലാബ് കൾച്ചർ വേസ്റ്റിന്റെ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുന്ന കളർ ഏതാണ് എന്നായിരുന്നു ക്വസ്റ്റ്യനിൽ ചോദിച്ചത്. അപ്പം ഓപ്ഷൻ എ ബ്ലൂ ആണ്, ബി ബ്ലാക്ക് ആണ്, സി റെഡ് ആണ്, ഓപ്ഷൻ ഡി വൈറ്റ് ആണ് അല്ലെ. ആക്ച്വലി നമ്മുടെ പ്രൊവിഷണൽ ആൻസർ കീഴിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ സി റെഡ് ആണ്. അങ്ങനെയാണ് ആൻസർ വരിക അല്ലെ. ഓപ്ഷൻ റെഡ് ആയിട്ടാണ് ആൻസർ വരിക. നമുക്ക് നോക്കാം ആക്ച്വലി എന്തായിരുന്നു ആൻസർ എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പൊ നമ്മുടെ ഈ റെഫറൻസ് നമ്മൾ ബേസ് ചെയ്യുന്നത് കെ പാർക്ക് കേട്ടോ. കെ പാർക്കിന്റെ ടെക്സ്റ്റ് ബുക്ക് ഓഫ് പ്രിവെന്റീവ് ആൻഡ് സോഷ്യൽ മെഡിസിൻ അതിന്റെ 28th എഡിഷൻ കേട്ടോ. അപ്പൊ നിങ്ങൾ എഴുതുമ്പോൾ ഇങ്ങനെ തന്നെ എഴുതുക, കെ പാർക്കാണ് ഓതർ, ടെക്സ്റ്റ് ബുക്കിന്റെ പേര് പാക്സ് ടെക്സ്റ്റ് ബുക്ക് ഓഫ് പ്രിവെന്റീവ് ആൻഡ് സോഷ്യൽ മെഡിസിൻ 28th എഡിഷൻ അങ്ങനെ എഴുതുക. അപ്പൊ ആക്ച്വലി ആ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ വരിക എന്താണ്? യെല്ലോ അല്ലെ, യെല്ലോ എന്നാണ് ആൻസർ വരിക. അതിന്റെ റീസൺ എന്താണ്? ഈ യെല്ലോ കളേർഡ് ബിന്നില് ആക്ച്വലി മൈക്രോബയോളജി കൂടാതെ ക്ലിനിക്കൽ ലബോറട്ടറി വേസ്റ്റ് ഓക്കെ ഇതെല്ലാം നമ്മൾ ആക്ച്വലി യെല്ലോ കളേർഡ് ബിന്നിലാണ് നമ്മൾ ഡിസ്കാർഡ് ചെയ്യുക. അപ്പൊ ഇതിന്റെ റെഫറൻസ് വരുന്നത് ഞാൻ പറഞ്ഞ പോലെ കെ പാർക്ക് എന്ന ബുക്കിൽ തന്നെയാണ്. യൂണിറ്റ് 16 കേട്ടോ, യൂണിറ്റ് 16 ഹോസ്പിറ്റൽ വേസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററില് ടേബിൾ 3 കേട്ടോ, ടേബിൾ 3 പേജ് നമ്പർ 935 കേട്ടോ, ടേബിൾ 3 പേജ് നമ്പർ 935 കേട്ടോ, 935. അപ്പം ഇതിന്റെ ആക്ച്വലി റീസൺ ആയിട്ട് നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയുക കറക്റ്റ് ഓപ്ഷൻ വാസ് നോട്ട് മെൻഷൻ കേട്ടോ, കറക്റ്റ് ഓപ്ഷൻ വാസ് നോട്ട് മെൻഷൻ. കാരണം ആക്ച്വലി ആ ഓപ്ഷൻസിൽ യെല്ലോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇല്ലായിരുന്നു അല്ലെ. അപ്പൊ നമുക്ക് പറയാം കറക്റ്റ് ഓപ്ഷൻ വാസ് നോട്ട് മെൻഷൻഡ് എന്ന് പറയാം. അപ്പൊ ആക്ച്വലി അത് PSC ആ ഒരു കംപ്ലൈന്റ് പരിഗണിക്കാവുന്നതാണ് കേട്ടോ. നെക്സ്റ്റ് കറക്ഷൻ വരിക ക്വസ്റ്റ്യൻ നമ്പർ 46. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആൽഫ കോഡ് A പ്രകാരമുള്ള ക്വസ്റ്റ്യൻസ് ആണ്, അല്ലെങ്കിൽ അതിന്റെ ക്വസ്റ്റ്യൻ നമ്പർ ബേസിസിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക അല്ലെ. അപ്പൊ ക്വസ്റ്റ്യൻ നമ്പർ 46 വരിക, വിച്ച് among the following drug is used to prevent transmission of HIV from infected pregnant women to newborn? നമ്മൾ ആക്ച്വലി ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തപ്പോഴേ പറഞ്ഞിരുന്നു അല്ലെ. നേരത്തെ ആക്ച്വലി ഓപ്ഷൻ എ നെവിഡാപ്പിൻ ആയിരുന്നു, പക്ഷെ പുതിയ ക്രൈറ്റീരിയ അനുസരിച്ച് ഓപ്ഷൻ ബി ലാമിവുഡിൻ ആണ് വരിക കേട്ടോ. ഇപ്പോഴത്തെ കറക്റ്റ് ആൻസർ വരിക ലാമിവുഡിൻ ആണ്. പ്രൊവിഷണൽ ആൻസർ കീഴിൽ ഓപ്ഷൻ എ നെവിഡാപ്പിൻ ആണ് കൊടുത്തിരിക്കുക അല്ലെ. അപ്പൊ ഞാൻ ഇതിന്റെ റെഫറൻസ് പറയാം. അപ്പൊ സെയിം ബുക്ക് സെയിം തന്നെയാണ്. എന്താണ് നമ്മുടെ കെ പാർക്ക് 28th എഡിഷൻ ആണ്. അതിന്റെ യൂണിറ്റ് 7 കേട്ടോ, യൂണിറ്റ് 7 നമ്മുടെ ചാപ്റ്ററിന്റെ പേര് വരിക ഹെൽത്ത് പ്രോഗ്രാംസ് ഇൻ ഇന്ത്യ കേട്ടോ, ഹെൽത്ത് പ്രോഗ്രാംസ് ഇൻ ഇന്ത്യ. പേജ് നമ്പർ വരിക 509 കേട്ടോ, 509 ആണ് പേജ് നമ്പർ വരിക. അതിൽ ആക്ച്വലി നാഷണൽ എയ്ഡ്സ് കൺട്രോൾ പ്രോഗ്രാം കേട്ടോ, നാഷണൽ എയ്ഡ്സ് കൺട്രോൾ പ്രോഗ്രാമിന്റെ അണ്ടറിൽ വളരെ ക്ലിയർ ആയിട്ട് ആക്ച്വലി അവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്തായിരുന്നു നേരത്തെ ആക്ച്വലി പറഞ്ഞിരുന്നത്? India has also transitioned from single dose nevirapine strategy to the multi-drug ARV prophylaxis from September 2012. അതായത് നേരത്തെ നെവിരാപ്പിൻ പ്രൊഫൈലാക്സിസ് ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്, പക്ഷെ 2012 മുതൽ അതൊരു മൾട്ടി ഡ്രഗ് ARV പ്രൊഫൈലാക്സിസിലേക്ക് മാറി എന്നാണ് പറയുക. അപ്പൊ ഇവിടെ പറയുന്നുണ്ട് മൾട്ടി ഡ്രഗ് പ്രൊഫൈലാക്സിസിൽ ഏതൊക്കെയാണ് വരിക? പ്രൊവിഷൻ ഓഫ് ലൈഫ് ലോങ് ART, അതായത് ടെനോഫോവിർ കൂടാതെ നമ്മുടെ ലാമിവുഡിൻ കൂടാതെ എഫാവിറൻസ് കേട്ടോ, ടെനോഫോവിർ, ലാമിവുഡിൻ, എഫാവിറൻസ്. അപ്പൊ ഈ 3 ഡ്രഗ്സ് ആണ് ഇവിടെ പറയുക. ആർക്കാണ്? ടു ഓൾ പ്രഗ്നന്റ് ആൻഡ് ബ്രസ്റ്റ് ഫീഡിംഗ് HIV ഇൻഫെക്റ്റഡ് വിമൻ റിഗാർഡ്ലെസ് ഓഫ് CD4 കൗണ്ട്. അപ്പം ഈ 3 ഡ്രഗ്സുമാണ് പറയുക. ആക്ച്വലി അത് അനുസരിച്ച് നമ്മുടെ ആൻസർ വരിക ഓപ്ഷൻ ബി ലാമിവുഡിൻ ആണ് കറക്റ്റ് ആൻസർ വരിക. അപ്പം ഇതും നിങ്ങൾക്ക് ഈ രീതിയിൽ ഇതിന്റെ ഒബ്ജക്ഷൻസ് റേസ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് 85th, അതായത് ക്വസ്റ്റ്യൻ നമ്പർ 85 ആണ്. ഹ്യൂമൻ മിൽക്ക് ഈസ് റിച്ച് ഇൻ ഓൾ ന്യൂട്രിയൻസ് എക്സെപ്റ്റ്
എക്സെപ്റ്റ് കേട്ടോ, ഈ തന്നിരിക്കുന്നതിൽ ഏത് ന്യൂട്രിയന്റ് ആണ് ആക്ച്വലി ഹ്യൂമൻ മിൽക്കിൽ ഇല്ലാതിരിക്കുന്നത് കേട്ടോ. അപ്പം ആക്ച്വലി ഞാൻ അന്നേ പറഞ്ഞിരുന്നു ഇവിടെ രണ്ട് ഓപ്ഷൻസ് കോൺട്രവേഴ്സ്യൽ ആയി വരും അല്ലെ. ഓപ്ഷൻ ബി അയണും അതുപോലെ തന്നെ ഓപ്ഷൻ ഡി വൈറ്റമിൻ ഡിയും വരാമെന്ന് പറഞ്ഞിരുന്നു. ഇപ്പൊ PSC പബ്ലിഷ് ചെയ്തിരിക്കുന്ന പ്രൊഫഷണൽ ആൻസർ കീയിൽ ഓപ്ഷൻ ബി അയൺ ആണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. ആക്ച്വലി ഞാനന്ന് പറഞ്ഞത് ഓപ്ഷൻ ഡി വൈറ്റമിൻ ഡി ആണ്. അപ്പൊ അതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന എവിഡൻസ് ആണ് ഞാൻ ആക്ച്വലി നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ റെഫറൻസ് വരുന്നത് നമ്മുടെ പീഡിയാട്രിക്സിന്റെ OP ഗൈഡ് എസെൻഷ്യൽസ് ഓഫ് പീഡിയാട്രിക്സ് എന്ന് പറയുന്ന ബുക്കാണ്. ആക്ച്വലി അതിന്റെ 9th എഡിഷൻ പ്രകാരമാണ് ഇതിന്റെ കറക്റ്റ് ആൻസർ വൈറ്റമിൻ ഡി എന്ന് നമുക്ക് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാനായിട്ട് കഴിയുക. അപ്പം അതിന്റെ ചാപ്റ്റർ 8 കേട്ടോ, 8th ചാപ്റ്ററിൽ മൈക്രോ ന്യൂട്രിയൻസ് ഇൻ ഹെൽത്ത് ആൻഡ് ഡിസീസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ആക്ച്വലി ഇവിടെ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് ബോക്സ് 8.1 കേട്ടോ, ബോക്സ് 8.1 ബ്രസ്റ്റ് മിൽക്ക് ആൻഡ് വൈറ്റമിൻസ് എന്ന് പറയുന്ന ആ ബോക്സിന്റെ ഉള്ളിൽ പേജ് നമ്പർ 109 കേട്ടോ, പേജ് നമ്പർ 109 കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്. ബ്രസ്റ്റ് മിൽക്ക് ഈസ് ദ കംപ്ലീറ്റ് ഫുഡ് ഫോർ ഇൻഫന്റ്സ്, ഹൗവർ ബ്രസ്റ്റ് മിൽക്ക് ഈസ് ഡെഫിഷ്യന്റ് ഇൻ വൈറ്റമിൻ ഡി ആൻഡ് വൈറ്റമിൻ കെ അല്ലെ. ഇവിടെ ആക്ച്വലി കൃത്യമായിട്ട് പറയുന്നത് വൈറ്റമിൻ ഡിയും കെയും ബ്രസ്റ്റ് മിൽക്കിൽ ഡെഫിഷ്യന്റ് ആണ് എന്ന് പറയുന്നുണ്ട്. അപ്പം നമുക്ക് ഈ റെഫറൻസ് വെച്ചിട്ട് കേട്ടോ, ഈ റെഫറൻസ് വെച്ചിട്ട് കൃത്യമായിട്ട് നമുക്ക് കംപ്ലൈന്റ് ഫയൽ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പൊ PSC അത് അനുഭാവപൂർവ്വം പരിഗണിക്കേണ്ടതാണ് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 92-ലാണ്. ഫസ്റ്റ് ഡോസ് ഓഫ് ഇഞ്ചക്ഷൻ TT ഷുഡ് ബി ടേക്കൺ ഇൻ പ്രഗ്നൻസി പ്രിഫറബിളി ഇൻ ആക്ച്വലി ഓപ്ഷൻ എ ഫസ്റ്റ് ടു തേർഡ് മന്ത്സ് ഓഫ് പ്രഗ്നൻസി, ഓപ്ഷൻ ബി തേർഡ് ടു ഫോർത്ത് മന്ത് ഓഫ് പ്രഗ്നൻസി, ഓപ്ഷൻ സി 6th to 7th മന്ത് ഓഫ് പ്രഗ്നൻസി, ഓപ്ഷൻ ഡി ആഫ്റ്റർ 8 months ഓഫ് പ്രഗ്നൻസി അല്ലെ. അപ്പൊ ഇതില് ആക്ച്വലി PSCയുടെ ആൻസർ കീല് പ്രൊഫഷണൽ ആൻസർ കീല് വന്നിരിക്കുന്നത് ഓപ്ഷൻ ബി ആണ് അല്ലെ, 3rd to 4th month ഓഫ് പ്രഗ്നൻസി. ആക്ച്വലി നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, ആക്ച്വലി ഇഞ്ചക്ഷൻ TT കൊടുക്കുക എപ്പോഴാണ്, എപ്പോഴാണോ പേഷ്യന്റ് നമ്മുടെ ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിലേക്ക് ആദ്യം വരിക അപ്പോഴാണ് കൊടുക്കുക അല്ലെ. അപ്പൊ നമുക്ക് അതിന്റെ റെഫറൻസ് നമുക്ക് നോക്കാം. ഇതിന്റെ റെഫറൻസ് ഞാൻ എടുത്തിരിക്കുന്നത് സെയിം K പാർക്ക് ബുക്കിൽ നിന്ന് തന്നെയാണ്. അതിന്റെ യൂണിറ്റ് 3 പ്രിൻസിപ്പിൾസ് ഓഫ് എപ്പിഡമിയോളജി ആൻഡ് എപ്പിഡമിയോളജിക് മെത്തേഡ്സ് ഇതാണ് ചാപ്റ്ററിന്റെ പേര് വരിക. അതിന്റെ ആക്ച്വലി പേജ് നമ്പർ 136 കേട്ടോ, പേജ് നമ്പർ 136 ടേബിൾ 42 പറയുന്നുണ്ട് പ്രഗ്നന്റ് വിമന്റെ TT ഏർലി ഇൻ പ്രഗ്നൻസി അല്ലെ, ഏർലി ഇൻ പ്രഗ്നൻസി എന്നാണ് പറയുക. അപ്പൊ ഈ തന്നിരിക്കുന്ന ഓപ്ഷനിലെ ഓപ്ഷൻ എന്തായിരുന്നു, ഓപ്ഷൻ എ അല്ലെ, ഫസ്റ്റ് ടു തേർഡ് മന്ത്സ് ഓഫ് പ്രഗ്നൻസി ആണ് അവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. അപ്പം നിങ്ങൾക്ക് ഈ രീതിയിൽ ഇതിന്റെ ഒബ്ജക്ഷനും ഫയൽ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പം ഈ രീതിയിൽ എന്താണ് ഈ അതായത് നിങ്ങൾക്ക് മിസ്റ്റേക്ക് പറ്റിയവർ കേട്ടോ, അതായത് പ്രൊഫഷണൽ ആൻസർ കീഴിൽ നിങ്ങൾ ആൻസർ ചെയ്തതിൽ നിന്ന് വ്യത്യാസമായിട്ടാണ് വന്നിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഈ കംപ്ലൈൻസ് ഫയൽ ചെയ്യാവുന്നതാണ്. PSC അത് അനുഭാവപൂർവ്വം പരിഗണിക്കും എന്ന് നമുക്ക് വിശ്വസിക്കാം കേട്ടോ. അപ്പൊ ഞാൻ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.